ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ടാണ്. ഇതെന്ന് പറയുന്ന ഒരു ക്രീമാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ഉപയോഗിക്കുന്ന രീതി എന്താണ്, ഇതിൻ്റെ ഗുണങ്ങൾ എന്താണ്, ഇതിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടോ, ഇതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് വഴിയെ പറയാം. ഈ ക്രീമിൻ്റെ പേരെന്ന് പറയുന്നത് ക്ലീനിങ് സ്കിൻ എന്നാണ്. ഇതെന്ന് പറയുന്നത് ഓയിലി സ്കിൻ ഉള്ളവർക്കും നല്ല പിമ്പിൾസ്, തരി പോലെയുള്ള കുരുക്കളുള്ളവർക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്രീമാണ്. ഇതെന്ന് പറയുന്ന ഒരു മെഡിക്കേറ്റഡ് ക്രീമാണ് കേട്ടോ. ഇതാണ് സംഭവം. ഇതാണ് നമ്മളെ ക്രീം എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഞാൻ മേടിച്ചത് മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ്. 204 രൂപയ്ക്കാണ് ഞാൻ മേടിച്ചത്. ഇതെന്ന് പറയുന്നത് ഒരു 20 ഗ്രാം ഓഫ് പ്രോഡക്റ്റ് ആണ്. നമുക്ക് ഇതിലെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് പറയാം. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ക്ലിൻഡാമൈസിൻ എന്ന് പറയുന്നൊരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. പിന്നെ നിയാസിറമൈഡ്, അലോവേറ, പിന്നെ അലോട്ടൈൻ എന്ന് പറയുന്ന ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ക്ലിൻഡാമൈൻ ആണ്. ഇത് നമ്മളെ മുഖത്തുള്ള കുരുക്കളൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. അടുത്തതായിട്ട് വരുന്നതാണ് നിയാസിറമൈഡ്. ഇത് നമ്മുടെ ഡാർക്ക് സ്പോട്ട് മാറ്റാണ്, സ്കിൻ ഒരുപാട് ഓയിലി ആവുന്നത് തടയാനൊക്കെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അടുത്തതെന്ന് പറയുന്നത് അലോവേറയാണ്. അലോവേറ നമുക്കറിയാം നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. അത് നമ്മുടെ സ്കിൻ നല്ല കൂളാക്കാനും എല്ലാം സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ്. അതേപോലെ തന്നെ പിമ്പിൾസിന് വളരെ യൂസ്ഫുൾ ആയ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അലോവേറ. ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ അലോറ്റൈൻ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആക്കാനും ചിലവർക്ക് പിമ്പിൾസ് വരുമ്പോൾ മുഖത്ത് ചെറിയ ഇറിറ്റേഷനൊക്കെ കാണും, അതൊക്കെ മാറ്റാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് ക്രീമിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടെക്സ്ചർ തന്നെയാണ്. ഇതെന്ന് പറയുന്നത് ഒരു ജെൽ ടൈപ്പാണ് കേട്ടോ. ഞാൻ കാണിക്കാം. ഉണ്ടോ, ഒരു ജെൽ ടൈപ്പാണ്. നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് തന്നെ അബ്സോർബ് ആയിപ്പോൾ നമുക്കൊരു ഒട്ടിപ്പിടിക്കുന്ന ഫീലിംഗ് ഉണ്ടാകത്തില്ല. അടിപൊളിയാണ് കണ്ടോ. ആയിട്ട് നമുക്ക് ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് നോക്കാം. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന രീതി എന്ന് പറയുന്നത് ഞാൻ നൈറ്റാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ഫേസ് വാഷ്, ഒരു മൈൽഡ് ഫേസ് വാഷ് ഉപയോഗിച്ച് നല്ലോണം വാഷ് ചെയ്തതിന് ശേഷം എവിടെയാണോ നമുക്ക് പിമ്പിൾസ് ഉള്ളിടത്ത് അവിടെ ഈ ക്രീം ഞാൻ നൈറ്റ് ഇട്ട് കൊടുക്കാറാണ്. എന്നിട്ട് രാവിലെ വീണ്ടും ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകിക്കളയും. ഇങ്ങനെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ക്രീമിൻ്റെ സൈഡ് എഫക്ട്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ അധികം സൈഡ് എഫക്ട്സ് ഒന്നും കാണാറില്ല. പിന്നെ നിങ്ങൾ ഒരു ബ്യൂട്ടി പ്രോഡക്റ്റ് ആണെന്നത് ഒരിക്കലും കരുതരുത്. ഇതൊരു മെഡിക്കേറ്റഡ് ക്രീമാണ്. സോ നിങ്ങൾ ഒരുപാട് വെളുക്കും അല്ലെങ്കിൽ പെട്ടെന്ന് പിമ്പിൾ പോട്ടെ എന്നും പറഞ്ഞ് ഒരുപാടൊന്നും വാരി തേക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളൊരു സെൻസിറ്റീവ് സ്കിന്നുള്ളവരാണെങ്കിൽ ഈ ക്രീം നിങ്ങളൊരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നിങ്ങൾ ഈ ക്രീം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് ചോദിച്ചാൽ നമ്മൾ കണ്ണിൽ പോകാതെ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് മുഖത്ത് മുറിവോ കാര്യങ്ങളുണ്ടെങ്കിൽ ക്രീം അപ്ലൈ ചെയ്യാതിരിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ നൈറ്റാണ് ഈ ക്രീം യൂസ് ചെയ്യുന്നതെങ്കിൽ നൈറ്റാണ് ഈ ക്രീം യൂസ് ചെയ്യേണ്ടത്. സോ നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ജെൽ എന്ന് പറയുന്നത് പിമ്പിൾസ് ഉള്ളവർക്ക് നല്ലൊരു ഓപ്ഷൻ ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. പിന്നെ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് ഒരു ദിവസം കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കിട്ടുന്നതല്ല റിസൾട്ട്. നിങ്ങൾ പിമ്പിൾസ് ഉള്ളവരാണെങ്കിൽ ഒരു 1 വീക്കെങ്കിലും ഇത് യൂസ് ചെയ്യുക. നമ്മൾ പിമ്പിളുള്ളിടത്ത് മാത്രം ഇത് പുരട്ടി കൊടുക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താലേ പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ സ്കിൻ കെയർ റൊട്ടീൻ നമ്മൾ കറക്റ്റായിട്ട് ചെയ്താലേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ക്ലീനിങ് സ്കിന്നിനെ കുറിച്ചുള്ള ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാം എന്നെ കമൻറ്റിൽ കൂടെ അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.